ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മുടി പരിപാലനമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ മുടിയുടെ ഉടക്കിറക്കുന്നത് ഏകദേശം ഒരു 2-3 മാസം കൂടുമ്പോഴാണ് എൻ്റെ മുടി എണ്ണ കാണുന്നത് തന്നെ. അപ്പോൾ ഇന്ന് നമുക്ക് എണ്ണ തേച്ച്, കാരണം മുടി മൊത്തം ചട പിടിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ കോമ്പ് ചെയ്തിട്ട് തന്നെ കുറേ നാളായി. എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, മുടി കെട്ടുന്നു, പോകുന്നു, ഇത്ര തന്നെയാണ്. അതുകൊണ്ട് 3 മാസമായും തോന്നുന്നു, 3 മാസത്തിൽ കൂടുതലായി എണ്ണ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഇത്തിരി എണ്ണ കാണിക്കാമെന്ന് വിചാരിച്ചെടുത്താണ്. ഏകദേശം ഞാൻ എണ്ണ തേക്കുമ്പോഴത്തേക്ക് അരകുപ്പിയോളം കാലിയാവാറാണ് പതിവ്. അപ്പോൾ ഒരു 2 സൈഡിലായിട്ട് ഇട്ടിട്ട് ഞാൻ ഒരു സൈഡിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭയങ്കര ചെടയായിരുന്നു, പറയാൻ വയ്യ. അവസാനം എനിക്ക് കൈ കഴിച്ച് എനിക്ക് മടുത്തിട്ട് എനിക്ക് പോകാമെന്ന് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് പറ്റൂലായിരുന്നു. ഒരു സൈഡ് എങ്ങനെയൊക്കെയോ കുറേ നേരത്തെ, ഇത് എന്തായാലും ഒരു 3 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ ആയിരിക്കും. പക്ഷേ ഇത് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് 1 മണിക്കൂർ അടുപ്പിച്ചായി ഗായ്സ്. അത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കില്ല, കാരണം അത്രയും ആയിട്ടുണ്ട്. കാരണം എൻ്റെ മുടി എണ്ണ കണ്ടിട്ട് കുറേ നാളായി. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ എണ്ണ തലയിൽ കിടക്കുന്ന ഇഷ്ടമില്ല, എണ്ണമായി അങ്ങനെ ഇഷ്ടമില്ല. പെട്ടെന്ന് എണ്ണ തേച്ചാൽ എങ്ങനെയെങ്കിലും അത് ഷാമ്പു തേച്ച് കളയാനേ ഞാൻ നോക്കുള്ളൂ. അങ്ങനെ ഒരു സൈഡിലത്തെ യുദ്ധം അവസാനിച്ചു ഗൈസ്. അപ്പുറത്തെ സൈഡിലത്തെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിനെ അപേക്ഷിച്ച് അപ്പുറത്ത് വളരെ കുറച്ച് മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും പാടുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കൊരു ചെറിയൊരു കെട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെ അഴിച്ചെടുത്ത് വീഡിയോയുടെ മുമ്പിലായതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ അഴിച്ചെടുക്കാനായിട്ട് പണിയിട്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് ഒറ്റ കളയിലായിരുന്നു. കാരണം എനിക്ക് അതാണ് അല്ലെങ്കിൽ അതാണ് എനിക്ക് ഈസി. കാരണം ഇങ്ങനെ എടുത്ത് ഉടക്കെടുക്കുന്നതിന് എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾ വിചാരിക്കുക അഹങ്കാരമാണെന്ന്. അഹങ്കാരമല്ല ഗൈസ്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും. ആ രീതിയിൽ ഉള്ളതാണ് പ്രത്യേകിച്ച് എൻ്റെ മുടി. ഒന്നാമത് എൻ്റെ മുടി കമ്പി മുടിയാണ്, ചുരുണ്ട മുടിയല്ല. അപ്പോൾ ഏത് രീതിയിലൊക്കെ ഉടക്കാൻ പറ്റും ആ രീതിയിലൊക്കെ അത് എവിടെയെങ്കിലൊക്കെ കയറി ഉടക്കിക്കോളും. അങ്ങനെ എങ്ങനെയൊക്കെയോ എൻ്റെ കുറേ നേരത്തെ യുദ്ധത്തിനൊടുവിൽ ഞാൻ എൻ്റെ 2 സൈഡിലത്തെയും മുടികൾ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഉടക്കിറത്തിട്ടുണ്ട് ഗൈസ്. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വതപ്പിട്ട് കൊടുക്കാം. നമ്മൾ വതപ്പെന്നാണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ കാണാൻ പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ എങ്ങനെയൊക്കെ വതപ്പ് കിട്ടി. ഇനി മുടിയൊക്കെ ഒന്ന് ചീവി, ഇനി എന്തായാലും ഉടക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇനി കോമ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, മുടി അധികം വേദനിക്കത്തില്ല. ഇനി കുറച്ച് എന്താണ് എൻ്റെ ഷോയാണ് ഗൈസ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ് എൻ്റെ മുടി യഥാർത്ഥത്തിലിരിക്കുന്നതും. എണ്ണ തേച്ചോട് മാത്രമാണ് അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പിന്നെ ഇടാം. കാരണം പിന്നെ ഇട്ടിടാന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും പഴയതുപോലെ തന്നെ ഉടക്കാവും. അതുകൊണ്ട് ഞാൻ പിന്നീടാണ് കേട്ടോ. എനിക്കങ്ങനെ പിന്നീടുന്നൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഉടക്കിറത്തയില്ലേ, അതുകൊണ്ട് ഇനി വീണ്ടും അത് ഉടക്കാക്കാനായിട്ട് വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നിടുന്നത്. എന്നിട്ട് ബണ്ണൊന്നും കിട്ടാത്തതുകൊണ്ട് മുടിയുടെ ഒരു ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ബണ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഉടക്കിറത്ത സമയത്തിന് എത്രത്തോളം മുടിയാണ് പോയെന്ന് കാണിച്ചത്. ഇത്രയും മുടിയാണ് ഞാൻ ഉടക്കിറത്ത സമയത്തിന് ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ.